Hi, my dear students. Myself, Anu Shishidharan, Biology Faculty of NR Academy. നമ്മൾ ഇന്ന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിലെ ചില എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള അഡീഷണൽ കണ്ടന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആസ് യു നോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ ടോപ്പിക്, ഇസ്ന്റ് ഇറ്റ്? നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ കുറച്ച് അഡീഷണൽ കണ്ടന്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക്കലി 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. യു റിമെമ്പർ ഏതൊക്കെയാണ്? 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ കാൾ ലിന്നേയസ്, ഇസ്ന്റ് ഇറ്റ്? അതുപോലെ തന്നെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ R.H. വിറ്റകർ. ഈ 2 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ മറ്റു ചില ക്ലാസിഫിക്കേഷൻസ് കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ കോൾഡ് 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതുപോലെ 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ 3 ഡൊമൈൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് സമയാസമയങ്ങളിൽ പല സയൻറ്റിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ ഒരു അഡീഷണൽ കണ്ടന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് കൊണ്ടെന്ന് പറയുന്നത് 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. കുട്ടികളെ, 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് ഹെയ്ക്കൽ ഇൻ 1866. ഓക്കെ, ഏണസ്റ്റ് ഹെയ്ക്കൽ എന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം, നിങ്ങൾക്കറിയാം, എല്ലാ ഓർഗാനിസങ്ങളെയും ഇദ്ദേഹം 3 കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. ഏതൊക്കെയായിരുന്നു 3 കിങ്ഡംസ്? പ്രോട്ടിസ്റ്റ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. Plantae and Animalia, it's same as that of 5 kingdom system of classification. എന്നാൽ പ്രോട്ടിസ്റ്റ എന്ന ഈ കിങ്ഡത്തിൽ ആരൊക്കെ ഉൾപ്പെടുത്തുന്ന അറിയാമോ? ബാക്ടീരിയകൾ, അതുപോലെ ഫംഗസുകൾ. ഓക്കെ, നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ പഠിച്ച പ്രോട്ടോസോവൻസ്, അത്തരത്തിലുള്ള പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് ഓർഗാനിസംസ്, എസ്പെഷ്യലി യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ഒക്കെ തന്നെ പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. ഇത് 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ കുട്ടികളെ 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, കോപ്ലാൻഡ് ഇൻ 1955 classified the organisms into 4 different kingdoms. ഓക്കെ, അപ്പോൾ കോപ്ലാൻഡ് എന്ന സയന്റിസ്റ്റ് 1955 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസങ്ങളെ 4 കിങ്ഡം ആക്കി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് 4 കിങ്ഡംസ്? ഫസ്റ്റ് വൺ മൊണീറ, ദെൻ പ്രോട്ടിസ്റ്റ, ദെൻ മെറ്റാഫൈറ്റ ആൻഡ് മെറ്റാസോവ. ഇങ്ങനെയാണ് 4 കിങ്ഡം ആക്കി ക്ലാസിഫൈ ചെയ്തത്. കിങ്ഡം മൊണീറ ഏതാണ്? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പാണ് കിങ്ഡം മൊണീറ. ബാക്ടീരിയങ്ങളൊക്കെ വരുന്ന ഗ്രൂപ്പാണ് കിങ്ഡം മൊണീറ. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്, എസ്പെഷ്യലി ആൽഗകൾ, അതുപോലെ പ്രോട്ടോസോവൻസ്, ഫംഗസുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം ഫഞ്ചേ എന്ന അഡീഷണൽ ഒരു കിങ്ഡം കൂടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഫംഗസിനെ എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് കോൾഡ് മെറ്റാഫൈറ്റ. Metaphyta means all type of higher plants come under this category. ഓക്കെ, അതായത് ഹയർ ലെവലിലുള്ള പ്ലാന്റ്സ്, നിങ്ങൾക്കറിയാം, ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു കിങ്ഡമാണ് മെറ്റാഫൈറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 4ാമത്തെ കിങ്ഡമാണ് മെറ്റാസോവ. മെറ്റാസോവ മീൻസ് ഓൾ ടൈപ്സ് ഓഫ് ഹയർ ലെവൽ ഓഫ് ആനിമൽസ് കം അണ്ടർ ദിസ് കാറ്റഗറി. ഏതൊക്കെയാണ്? വെർട്ടിബ്രേറ്റ്സ്, ഇൻവെർട്ടിബ്രേറ്റ്സ് ഉൾപ്പെടെയുള്ള ആനിമൽസ് ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് മെറ്റാഫൈറ്റ എന്ന് പറയുന്നത്. ഇതാണ് 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ കുട്ടികളെ 3 ഡൊമൈൻ സിസ്റ്റം, അല്ലെങ്കിൽ നമുക്കതിനെ 6 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം. എന്താണ് 3 ഡൊമൈൻ സിസ്റ്റം? ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ കാൾ വൂസ്. ഓക്കെ, കാൾ വൂസ് എന്ന സയന്റിസ്റ്റ് 3 ഡൊമൈൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ he has classified the entire organisms into 3 domains. ഏതൊക്കെയാണ് 3 domains? നോക്കൂ. ഫസ്റ്റ് വൺ ആർക്കിയ, സെക്കൻഡ് വൺ ബാക്ടീരിയ, തേർഡ് വൺ യൂകാരിയ. ഇതാണ് 3 ഡൊമൈൻസ്.
അതിലെ ഫസ്റ്റ് ഡൊമൈൻ നിങ്ങൾക്കറിയാം ആർക്കിയ. ആർക്കിയയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കിങ്ഡം ആണ് ആർക്കി ബാക്ടീരിയ. അതായത് വിറ്റകറിന്റെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചപ്പോൾ കിങ്ഡം മൊണീറയിൽ വരുന്നൊരു ഗ്രൂപ്പാണ് ആർക്കി ബാക്ടീരിയ. ഇദ്ദേഹം ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു, ആർക്കിയ എന്ന ഡൊമൈനിൽ ഉൾപ്പെടുത്തി. ഓക്കെ, സെക്കൻഡ് ഡൊമൈൻ ബാക്ടീരിയ. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ 5 കിങ്ഡത്തിൽ പഠിച്ച കിങ്ഡം മൊണീറ അത് ഫുള്ള് വരുന്നത് എവിടെയാണ്? ബാക്ടീരിയയിലാണ്, എക്സെപ്റ്റ് ആർക്കി ബാക്ടീരിയ. ഇദ്ദേഹം ആർക്കി ബാക്ടീരിയയെ മറ്റൊരു ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്തു. ഏത് ഡൊമൈനാണ്? ആർക്കിയ എന്ന ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്തു. തേർഡ് വൺ ഈസ് ദ യൂകാരിയ. യൂകാരിയയിലാണ് ഏതൊക്കെയാണ്? പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ഈ യൂകാരിയ വീണ്ടും 4 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം അല്ലെ? കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ചില അഡീഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആസ് യു ആർ വെരി ഫെമിലിയർ, അക്കോർഡിംഗ് ടു 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ദ ഫസ്റ്റ് കിങ്ഡം ഏതായിരുന്നു? കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറിൽ വരുന്ന ഓർഗാനിസങ്ങളെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ അല്ലെ? അതിൽ ആർക്കി ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓൾഡസ്റ്റ് ഫോം ഓഫ് ബാക്ടീരിയങ്ങളാണ്. ദേ ക്യാൻ സർവൈവ് എക്സ്ട്രീം കണ്ടീഷൻസ് അല്ലെ? ചില എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ അവർക്ക് സർവൈവ് ചെയ്യാനുള്ള കാലിബർ ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ചില ഓർഗാനിസങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർക്കി ബാക്ടീരിയം യു റിമെമ്പർ. ഏതൊക്കെയായിരുന്നു? മെത്തനോജൻസ്, ഹാലോഫൈൽസ്, അതുപോലെ തന്നെ തെർമോ അസിഡോഫൈൽസ് അല്ലെ? ഇത്തരത്തിലുള്ള ബാക്ടീരിയങ്ങൾക്ക് ചില എക്സ്ട്രീം കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മെത്തനോജൻസ് എടുക്കുമ്പോൾ എന്താണ് പ്രത്യേകത? Methanogens, you are very familiar. They're commonly seen in the marshy areas as well as the gut of ruminant animals. നമ്മൾ പഠിച്ചതാണ്. ഇത്തരം ബാക്ടീരിയങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ശേഷിയുണ്ട്? മീഥൈൻ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അതുപോലെ ഹാലോഫൈൽസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോൾട്ടി ഏരിയാസിൽ കാണുന്ന ബാക്ടീരിയങ്ങളാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. അടുത്തൊരു വിഭാഗം നമ്മൾ പഠിച്ചിരുന്നു തെർമോ അസിഡോഫൈൽസ് അല്ലെ? അതായത് ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്നവരാണ് തെർമോ അസിഡോഫൈൽസ്. അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്ട്രീം കണ്ടീഷൻസ് ഒക്കെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ദി സ്പെഷ്യാലിറ്റി ഇൻ ഇറ്റ്സ് സെൽ വോൾ ആൻഡ് ഇറ്റ്സ് സെൽ മെംബ്രെയിൻ. ഓക്കെ, നമുക്ക് നോക്കാം ഇവരുടെ സെൽ വോളിന്റെ പ്രത്യേകത എന്താണ്. ആർക്കി ബാക്ടീരിയങ്ങളുടെ സെൽ വോൾ ഇറ്റ് ഇസ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആൻഡ് കോംപ്ലക്സ് പോളിപെപ്റ്റൈഡ്സ്. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അതുപോലെ നമ്മൾ ഇവരുടെ സെൽ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് ലോങ് ചെയിൻ ബ്രാഞ്ച്ഡ് ലിപ്പിഡ്സ്. So these characteristic features can provide the situation or provide the caliber to survive in extreme conditions. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽസ്, അതുപോലെ തന്നെ ഇറ്റ്സ് കോമൺലി സീൻ ഇൻ മാർഷി ഏരിയാസ് അല്ലെങ്കിൽ സോൾട്ടി ഏരിയാസ്, ഹൈ ടെമ്പറേച്ചറിൽ, ഇത്തരത്തിലുള്ള എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ വളരാൻ സഹായിക്കുന്നത് ഇവരുടെ ഈ ഒരു സെൽ മെംബ്രെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലെങ്കിൽ സെൽ വോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ തിയറി പാർട്ടിൽ വി ഹാവ് ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയം. യു റിമെമ്പർ we have classified the bacterium based on the shape. You remember, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാക്ടീരിയങ്ങളെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓർമ്മയുണ്ടല്ലോ അല്ലെ? കോക്കസ്, ബാസിലസ്, സ്പെരില്ലം, വിബ്രിയോ. ഓക്കെ, അത് അതിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇനി നിങ്ങൾ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലജെല്ലം. നിങ്ങൾക്കറിയാം പലപ്പോഴും ബാസിലസ് പോലെയുള്ള അല്ലെങ്കിൽ സ്പിറല്ലം പോലെയുള്ള ബാക്ടീരിയങ്ങൾക്ക് ഫ്ലജെല്ലം കാണും അല്ലെ? നിങ്ങൾക്കറിയാം കോക്കസ് പോലുള്ള ബാക്ടീരിയകൾക്ക് എന്ത് കാണില്ല? ഫ്ലജെല്ലം കാണില്ല. ഓക്കെ, ഇത്തരത്തില് ഫ്ലജെല്ലത്തിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് നമുക്ക് ബാക്ടീരിയങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഫസ്റ്റ് വൺ എട്രൈക്കസ്. എട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ഫ്ലജെല്ല ഈസ് ആബ്സെന്റ്.
ഓക്കെ, ഇത്തരത്തിൽ ഉള്ള ബാക്ടീരിയങ്ങൾക്ക് എന്തില്ല, ഫ്ലജല്ല കാണില്ല. ഞാൻ പറഞ്ഞല്ലോ, കോക്കസ് വിഭാഗത്തിൽപ്പെട്ട സ്പെറിക്കൽ ടൈപ്പ് ബാക്ടീരിയകൾക്കൊന്നും എന്തില്ല, ഫ്ലജല്ലം കാണില്ല. ബെറ്റർ എക്സാമ്പിൾ മൈക്രോ കോക്കസ്. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുകയാണ്, എല്ലാത്തിനും 1-2 എക്സാമ്പിൾസ് കൂടി തരുന്നുണ്ട്. ഓക്കെ, അപ്പോ എട്രൈക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ നോട്ട് ഹാവിങ് ഫ്ലജല്ലം. ഫ്ലജല്ലം ഇല്ലാത്തവരാണ് എട്രൈക്കസ്. ഇനി എന്താണ് മോണോട്രൈക്കസ്? മോണോ മീൻസ് 1, അല്ലേ? അപ്പോൾ ഒരേ ഒരു ഫ്ലജല്ലം മാത്രമേ കാണുള്ളൂ. അതിന് ഞാൻ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഇവിടെ, വിബ്രിയോ ആൻഡ് തയോബാസിലസ്. ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾക്ക് ഒരൊറ്റ ഫ്ലജല്ലം മാത്രമേ കാണുള്ളൂ. ഇനി നിങ്ങൾ ആംഫിട്രൈക്കസ് എന്ന 3ാമത്തെ ഗ്രൂപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആംഫിട്രൈക്കസ്. ദാറ്റ് മീൻസ് 1 ഫ്ലജല്ലം സീൻ ഓൺ ഈച്ച് എൻഡ്. 2 എൻഡിലും ഓരോ ഫ്ലജല്ലം വീതം കാണും. അതാണ് ആംഫിട്രൈക്കസ് എന്ന് പറയുന്നത്. ആംഫിട്രൈക്കസ്. ഞാൻ പറഞ്ഞിരിക്കുന്ന ബെറ്റർ എക്സാമ്പിൾ നൈട്രോസോമോണാസ്. നൈട്രോസോമോണാസ് എന്ന ബാക്ടീരിയം ആംഫിട്രൈക്കസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ലോഫോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ? ലോഫോട്രൈക്കസ് മീൻസ് ടഫ്റ്റ് ഫ്ലജല്ലം സീൻ ഓൺ ഏജർ സൈഡ്. 2 വശങ്ങളിലും ഒരു കൂട്ടം ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതാണ് ലോഫോട്രൈക്കസ് എന്ന് പറയുന്നത്. ബെറ്റർ എക്സാമ്പിൾ ആണ് സാൽമോണെല്ല. ഓക്കെ, അതുപോലെ തന്നെ സെഫാലോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ടഫ്റ്റ് ഫ്ലജല്ല സീൻ അറ്റ് 1 എൻഡ്. ഇത്തരം ബാക്ടീരിയകളുടെ ഒരു എൻഡിൽ ഒരു കൂട്ടം ഫ്ലജല്ലകൾ കാണും. അതാണ് സെഫാലോട്രൈക്കസ്. ഓക്കെ, ഞാൻ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോറിനി ബാക്ടീരിയം. ഓക്കെ, ബെറ്റർ എക്സാമ്പിൾ ഫോർ സെഫാലോട്രൈക്കസ്. അതുപോലെ ലാസ്റ്റ് ആണ് പെരിട്രൈക്കസ്. പെരിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ സോ മെനി ഫ്ലജല്ലം സീൻ ത്രൂ ഔട്ട് ദി സർഫസ്. ഓക്കെ, ഈ ബാക്ടീരിയയുടെ സർഫസിൽ എല്ലാ സ്ഥലങ്ങളിലും എന്ത് കാണും? ഫ്ലജല്ലം കാണും. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ്സിന് വിളിക്കുന്ന പേരാണ് പെരിട്രൈക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് when the flagella seen on the whole body, ബാക്ടീരിയയുടെ സർഫസ് മുഴുവൻ ഫ്ലജല്ലം കാണപ്പെടും. അത്തരത്തിലുള്ള ബാക്ടീരിയങ്ങളാണ് പെരിട്രൈക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് പറയാനുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയം ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെന്റ് ഓഫ് flagellum. Dear students, now we are going to discuss about the classification of bacterium based on respiration. നമുക്ക് ഒട്ടും മുന്നേ പഠിച്ചത് ബാക്ടീരിയങ്ങളെ അവരുടെ ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റ്സ് അനുസരിച്ച് ഉള്ള ക്ലാസിഫിക്കേഷനാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയം ബേസ്ഡ് ഓൺ റെസ്പിറേഷൻ. നിങ്ങൾക്കറിയാം, ബേസ്ഡ് ഓൺ റെസ്പിറേഷൻ there are 2 different types of bacterium, aerobic bacterium and anaerobic bacterium. എന്താണ് aerobic bacterium എന്ന് പറഞ്ഞാൽ? aerobic bacterium means they can respire with the presence of oxygen. അല്ലേ? ഓക്സിജന്റെ പ്രസൻസിൽ റെസ്പിറേഷൻ നടത്തുന്നവരാണ് എയറോബിക് ബാക്ടീരിയങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ അൺഎയറോബിക് ബാക്ടീരിയം മീൻസ് they can survive even in the absence of oxygen. ഓക്സിജൻ ഇല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് അൺഎയറോബിക് ബാക്ടീരിയം എന്ന് പറയുന്നത്. കുട്ടികളെ, എയറോബിക് ബാക്ടീരിയം again classified into 2 categories. ഏതൊക്കെയാണ്? ഒബ്ലിഗേറ്റ് എയറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അൺഎയറോബിക്. അതുപോലെ അൺഎയറോബിക് ബാക്ടീരിയം നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഒബ്ലിഗേറ്റ് അനേറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് എയറോബിക്. അപ്പോൾ എന്താണ് എയറോബിക് എന്ന് പറഞ്ഞാൽ? ദേ ക്യാൻ സർവൈവ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റും, മീൻസ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ഇറ്റ്സ് റെസ്പിറേഷൻ. ഓക്കെ, എന്നാൽ അനേറോബിക് അനേറോബിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവർക്ക് ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ഒബ്ലിഗേറ്റ് എയറോബിക്. എന്താണ് ഒബ്ലിഗേറ്റ് എയറോബിക് എന്ന് ചോദിച്ചാൽ, ദർ കോമൺലി എയറോബിക് ബാക്ടീരിയം അവർ എയറോബിക് ആണ്, ബട്ട് ദേ ആർ ഡൈ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, കോമൺലി ദേ ആർ എയറോബിക് ആൻഡ് ദേ ഷുഡ് ഡൈ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലെങ്കിൽ അവർ ഡെഡ് ആയി പോകും. അതാണ് ഒബ്ലിഗേറ്റ് എയറോബിക് എന്ന് പറഞ്ഞാൽ. മീൻസ് ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു ബെറ്റർ എക്സാമ്പിൾ ആണ് അസറ്റോബാക്ടർ.
ഓക്കെ, അസറ്റോബാക്ടർ ഡിഫറെന്റ് ടൈപ്സ് ബാക്ടീരിയകളുണ്ട്. അപ്പോൾ അസറ്റോബാക്ടർ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഒബ്ലിഗേറ്റ് എയറോബിക് ബാക്ടീരിയങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫാക്കൽറ്റേറ്റീവ് അൺഎയറോബിക് എന്ന് പറഞ്ഞാൽ. ഫാക്കൽറ്റേറ്റീവ് അൺഎയറോബിക് മീൻസ് ദേ ആർ കോമൺലി എയറോബിക് ബാക്ടീരിയം. ഇവർ ആക്ച്വലി എന്താണ്, എയറോബിക് ബാക്ടീരിയങ്ങളാണ്, ഓക്സിജന്റെ പ്രസൻസ് വേണം. ബട്ട് ഇത്തരം ബാക്ടീരിയം, ഐ മീൻ ദ ഫാക്കൽറ്റേറ്റീവ് അൺഎയറോബിക് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ സർവൈവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഓൾസോ. ഓക്കെ, അതായത് ഇവർക്ക് ഓക്സിജന്റെ ആബ്സെൻസിലും എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. കോമൺലി ഇവർ എന്താണ്, എയറോബിക് ആണ്. കോമൺലി ഇവര് ഫാക്കൽറ്റേറ്റീവ് അൺഎയറോബിക്, കോമൺലി ദേ ആർ എയറോബിക് ബട്ട് ദേ ക്യാൻ സർവൈവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ആബ്സെൻസിലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒബ്ലിഗേറ്റ് എയറോബിക്കിനോ ദേ ആർ നോട്ട് ഏബിൾ ടു സർവൈവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. Is it clear for you? Then better examples, you know, Acetobacter aceti. നമ്മൾ പറഞ്ഞു അസറ്റോബാക്ടർ കൂടുതലും ഒബ്ലിഗേറ്റ് എയറോബിക് ആണ്. എന്നാൽ അസറ്റോബാക്ടർ അസറ്റി എന്നൊരു പ്രത്യേക സ്പീഷീസ് ഉണ്ട്. അത് ആക്ച്വലി എന്താണ്, ഫാക്കൽറ്റേറ്റീവ് അൺഎയറോബിക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ, ഇത്തരം ബാക്ടീരിയകളൊക്കെ തന്നെ ഫാക്കൽറ്റേറ്റീവ് അൺഎയറോബിക് ആണ്. നൗ ലെറ്റ് മീ ഡിസ്കസ് അബൌട്ട് അനറോബിക് ബാക്ടീരിയം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അനറോബിക് ബാക്ടീരിയം ദേ ക്യാൻ സർവൈവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നവരാണ് അനറോബിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അനറോബിക് തന്നെ രണ്ട് ടൈപ്പാണ്, ഒബ്ലിഗേറ്റ് അനറോബിക്കും അതുപോലെ ഫാക്കൽറ്റേറ്റീവ് എയറോബിക്കും. എന്താണ് ആക്ച്വലി ഒബ്ലിഗേറ്റ് അനറോബിക് എന്ന് പറഞ്ഞാൽ? ഒബ്ലിഗേറ്റ് അനറോബിക് മീൻസ് ദേ ആർ കോമൺലി അൺഎയറോബിക് ബാക്ടീരിയം. ഇവർ ആക്ച്വലി അൺഎയറോബിക് ബാക്ടീരിയം ആണ്, ബട്ട് ദേ ഡു നോട്ട് പെർഫോം എയറോബിക് റെസ്പിറേഷൻ. ഇവർ ഒരു കാരണവശാലും എയറോബിക് റെസ്പിറേഷൻ നടത്തില്ല. ദർ നോട്ട് എ കപ്പാസിറ്റി ടു പെർഫോം എയറോബിക് റെസ്പിറേഷൻ. ഓക്സിജന്റെ പ്രസൻസിൽ റെസ്പിറേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് ഫാക്കൽറ്റേറ്റീവ് എയറോബിക് എന്ന് പറഞ്ഞാൽ? ഫാക്കൽറ്റേറ്റീവ് എയറോബിക് മീൻസ് ദേ ആർ കോമൺലി അൺഎയറോബിക്. അവർ കോമൺലി അൺഎയറോബിക് ആണ്, ഓക്സിജൻ ഇല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ബട്ട് they have a capacity of aerobic respiration. അവർക്ക് എന്തിനുള്ള കപ്പാസിറ്റിയും ഉണ്ട്, എയറോബിക് റെസ്പിറേഷൻ നടത്താനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അതാണ് ഫാക്കൽറ്റേറ്റീവ് എയറോബിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒബ്ലിഗേറ്റ് അനറോബിക്കിന് ബെറ്റർ എക്സാമ്പിൾ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ഇസ് എ ബെറ്റർ എക്സാമ്പിൾ ഫോർ ഒബ്ലിഗേറ്റ് അനറോബിക്. അതുപോലെ തന്നെ ഫാക്കൽറ്റേറ്റീവ് എയറോബിക്, ഞാൻ പറഞ്ഞു ഫാക്കൽറ്റേറ്റീവ് എയറോബിക് എന്താണ്. നോർമലി കോമൺലി ദേ ആർ അൺഎറോബിക്. ഇവർ കോമൺലി അൺഎറോബിക് ബാക്ടീരിയങ്ങളാണ്, ബട്ട് സ്റ്റിൽ ദേ ഹാവ് എ കപ്പാസിറ്റി ഓഫ് എയറോബിക് റെസ്പിറേഷൻ. അവർക്ക് എയറോബിക് റെസ്പിറേഷനുള്ള കപ്പാസിറ്റി കൂടെ കാണാം. ഓക്കെ, ബെറ്റർ എക്സാമ്പിൾസ് യുനോ ഫെർമെന്റേഷൻ ബാക്ടീരിയം. മിക്കവാറും എല്ലാ തരത്തിലുള്ള ഫെർമെന്റേഷൻ ബാക്ടീരിയങ്ങളും എന്താണ്, ഫാക്കൽറ്റേറ്റീവ് എയറോബിക് ആണ്. എക്സെപ്റ്റ് വൺ, പ്രധാനപ്പെട്ട ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇവിടെ, എക്സെപ്റ്റ് അസറ്റോബാക്ടർ അസറ്റി. അസറ്റോബാക്ടർ അസറ്റി എന്താന്ന് നമ്മൾ പറഞ്ഞു, അവര് ഫാക്കൽറ്റേറ്റീവ് അനറോബിക് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയം ബേസ്ഡ് ഓൺ റെസ്പിറേഷൻ. Is it clear for you? Yes. Now let me discuss in detail about an important procedure called gram staining. നിങ്ങൾ കേട്ടിട്ടുണ്ടോ gram staining എന്ന്? Basically two different types of bacterium, you know, gram positive bacterium and gram negative bacterium. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത് based on a procedure called gram staining. ഗ്രാം സ്റ്റെയിനിങ് എന്ന പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ബാക്ടീരിയങ്ങളെ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും തരംതിരിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊസീജിയർ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം എന്നാണ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം പ്രപ്പോസ് ദ സ്റ്റെയിനിങ് പ്രൊസീജിയർ കോൾഡ് ഗ്രാം സ്റ്റെയിനിങ് ഇൻ 1884. നമുക്ക് നോക്കാം എന്താണ് ഈ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ എന്ന്. ഈ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയറിൽ ഒരു ബാക്ടീരിയം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നോ അതനുസരിച്ചാണ് നമ്മൾ ഇവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്.
So now let me discuss about the gram staining procedure. Okay, first of all what we have to do, ആദ്യം നമ്മൾ ചെയ്യുന്നത് ബാക്ടീരിയകളെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെയിൻ ഉപയോഗിച്ച് നമ്മൾ അതിൽ ക്രിസ്റ്റൽ വയലറ്റ് എന്ന സ്റ്റെയിൻ ഉപയോഗിച്ച് നമ്മൾ ഈ ബാക്ടീരിയക്ക് കളർ കൊടുക്കുകയാണ്. നമ്മളതിനെ സ്റ്റെയിനിങ് പ്രൊസീജിയർ എന്നാണ് വിളിക്കുക. Okay, first of all we have to stain the bacterium with the crystal violet. ക്രിസ്റ്റൽ വയലറ്റ് എന്ന സ്റ്റെയിൻ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഈ ബാക്ടീരിയകളെ സ്റ്റെയിൻ ചെയ്യുന്നു. So clear? As a result, what happened? All the bacterium becomes purple colored or blue colored. നമ്മൾ ബാക്ടീരിയകളെ ആദ്യം ക്രിസ്റ്റൽ വയലറ്റ് ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ മുഴുവൻ ബാക്ടീരിയകളും പർപ്പിൾ കളർ ആകും അല്ലെങ്കിൽ ബ്ലൂ കളർ ആകും. So clear? Afterwards, we have to use 0.5% iodine solution. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? 0.5% അയഡിൻ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 0.5% അയഡിൻ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം we have to wash with water. അതിനുശേഷം നമ്മൾ ഇതിനെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയുന്നു. സോ ക്ലിയർ? അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് we have to add absolute alcohol or acetone. ഓക്കെ, അതിനുശേഷം നമ്മൾ absolute alcohol അല്ലെങ്കിൽ acetone ആഡ് ചെയ്യുന്നു. Some type of bacterium they can retain the color. നമ്മൾ ആദ്യമേ സ്റ്റെയിൻ ചെയ്തപ്പോൾ എല്ലാ ബാക്ടീരിയകളും പർപ്പിൾ കളർ ആയെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? 0.5% അയഡിൻ സൊല്യൂഷൻ ഉപയോഗിച്ചു. ക്ലിയർ? അതിനുശേഷം നമ്മൾ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്തു. Then we have added absolute alcohol or acetone. ഇത്രയും പ്രൊസീജിയർ കഴിയുമ്പോൾ the bacterium those who have ability to retain the color, അതായത് ഇവിടുത്തെ പർപ്പിൾ കളർ റീറ്റെയിൻ ചെയ്യുന്ന ബാക്ടീരിയങ്ങളെ നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയം എന്നും, ഓക്കെ, സം ടൈപ്പ് ഓഫ് ബാക്ടീരിയം ബിക്കംസ് കളർലെസ്. ഇത്രയും പ്രൊസീജിയർ കഴിയുമ്പോൾ, അതായത് അബ്സല്യൂട്ട് ആൽക്കഹോളിൽ അല്ലെങ്കിൽ അസറ്റോണിൽ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചില ബാക്ടീരിയങ്ങൾ അവരുടെ കളർ നഷ്ടപ്പെടുത്തും, പർപ്പിൾ കളർ നഷ്ടപ്പെടും. ദ ബാക്ടീരിയം ദോസ് ഹു lose its color we can collectively called a gram negative bacterium. Clear? വളരെ സിമ്പിൾ അല്ലേ ഗ്രാം സ്റ്റെയിനിങ്? ഫസ്റ്റ് ഓഫ് ഓൾ we have to stain with the crystal violet. ബാക്ടീരിയകൾ നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് എന്ന സ്റ്റെയിൻ ഉപയോഗിച്ച് നമ്മൾ അതിനെ സ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? all the bacterium become purple color or blue color. അതിനുശേഷം നമ്മൾ 0.5% iodine solution ഉപയോഗിക്കുന്നു. Then we have to wash it with the water. Then we have to treat with the absolute alcohol or acetone. Okay, the bacterium those who retain the purple color or blue color we can call it as gram positive bacterium, and the bacterium becomes colorless we can call it as gram negative bacterium. ഗ്രാം പോസിറ്റീവിന് ഒരു ബെറ്റർ എക്സാമ്പിൾ ആണ് ബാസിലസ് സബ്റ്റിലിസ്. ഇതൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയമാണ്. നിങ്ങൾ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ബാക്ടീരിയം ഉണ്ട്. ഏതാണ്? ഈ കൊളെ അല്ലെ, എസ്ക്രീഷ്യ കൊളെ. അതെന്താണ്? ആക്ച്വലി ഇറ്റ്സ് എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയം. അപ്പോൾ ഈ സ്റ്റെയിനിങ് പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയങ്ങളെല്ലാം കളർലെസ് ആകും. വീണ്ടും നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കൗണ്ടർ സ്റ്റെയിൻ ഇറ്റ് വിത്ത് സാഫ്രനിൻ. നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ സ്കൂളിലൊക്കെ ലാബിലൊക്കെ ഇരിക്കുന്ന സാഫ്രൻ സ്റ്റെയിൻ ഉപയോഗിച്ച് നമുക്ക് ഇവരെ വീണ്ടും സ്റ്റെയിൻ ചെയ്താൽ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നമുക്ക് വിസിബിൾ ആകും. എങ്ങനെ? റെഡ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ആണ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദി റെസ്പോൺസ് ടുവേർഡ്സ് ഗ്രാം സ്റ്റെയിനിങ്, bacterium can be classified into two categories, gram positive bacterium and gram negative bacterium. Is it clear for you? Yes. ഇത്രയുമാണ് എനിക്ക് ഗ്രാം സ്റ്റെയിനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. Now let us discuss about the differences between gram positive and gram negative bacterium. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഞാൻ ചില സെലക്റ്റഡ് ഡിഫറൻസുകളാണ് എഴുതിയിരിക്കുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും ഡിഫറൻസ് നമ്മൾ പഠിച്ചിരുന്നാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ?
അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ പ്രത്യേകത ഇറ്റ് സെൽ വോൾ ഈസ് ആക്ച്വലി സിംഗിൾ ലെയേർഡ്. ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവരുടെ സെൽ വോള് സിംഗിൾ ലെയേർഡ് ആണ്. ബട്ട് ഗ്രാം നെഗറ്റീവ് ഹാസ് ബൈ ലെയേർഡ്. സെൽ വോളിന് 2 ലെയർ കാണും. അതിലെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ലിപ്പോപോളിസാക്കറൈഡ് ആൻഡ് ഇന്നർ ലെയർ ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബാക്ടീരിയകളുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയം ആണെങ്കിൽ അവരുടെ സെൽ വോളിൽ 70 to 80% എന്തായിരിക്കും? പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടാവും. എന്നാൽ ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ പെപ്റ്റിഡോഗ്ലൈക്കാന്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഐ മീൻ അവരുടെ സെൽ വോളിൽ പെപ്റ്റിഡോഗ്ലൈക്കാന്റെ അളവ് കുറവായിരിക്കും. എത്രയാണ്? 10 to 20%. ക്ലിയർ? 10 to 20%. ഓക്കെ, പിന്നീട് നമ്മൾ കണ്ടു ആസ് എ റിസൾട്ട് ഓഫ് ഗ്രാം സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിങ് റിസൾട്ട് എന്തായിരുന്നു? ഗ്രാം പോസിറ്റീവ് എന്ത് കളർ കാണിച്ചു? പർപ്പിൾ കളർ കാണിച്ചു. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബിക്കെയിം കളർലെസ്. അത് മറ്റൊരു ഡിഫറൻസ് ആണ്. അതുപോലെ നമ്മളിവിടെ സെൽ വോൾ എടുത്ത് കൂടുതൽ ഒബ്സർവ് ചെയ്താൽ ഗ്രാം പോസിറ്റീവിന്റെ സെൽ വോളിന്റെ പ്രത്യേകത തീക്കോയിക് ആസിഡ് ഈസ് പ്രസന്റ്. ഇവരുടെ സെൽ വോളിൽ തീക്കോയിക് ആസിഡ് പ്രസന്റ് ആയിരിക്കും. എന്നാൽ ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തീക്കോയിക് ആസിഡ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് ദ മീസോസോംസ് ആർ ക്വൈറ്റ് കോമൺ ഇൻ ഗ്രാം പോസിറ്റീവ്. ഗ്രാം പോസിറ്റീവില് മീസോസോംസ് എന്തായിരിക്കും? കോമൺ ആണ്. എന്നാൽ ഗ്രാം നെഗറ്റീവില് ഇറ്റ്സ് ആക്ച്വലി വെരി ലെസ് കോമൺ. what is the meaning of mesosome? നിങ്ങൾക്കറിയാം എന്താണ് മീസോസോം എന്ന് അല്ലേ? മീസോസോം it is the infoldings of plasma membrane in bacterium. ഓക്കെ, നമ്മൾ ഓൾറെഡി ബാക്ടീരിയയുടെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻഫോൾഡിങ്സിന് വിളിക്കുന്ന പേരാണ് മീസോസോം. ഇറ്റ്സ് ആക്ച്വലി ഹാവിങ് സോ മെനി ഫങ്ഷൻസ്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഗ്രാം പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇവിടെ ക്യാപ്സ്യൂള് ആബ്സെന്റ് ആയിരിക്കും. അതായത് സെൽ എൻവലപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെൽ എൻവലപ്പ് പലപ്പോഴും അത് നല്ല തിക്ക് ആൻഡ് ടഫ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിനെ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും അല്ലെ? സ്ലൈമി ലെയർ ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്ലൈക്കോ കാലിക്സ് എന്ന് വിളിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ക്യാപ്സ്യൂൾ പലപ്പോഴും ഗ്രാം പോസിറ്റീവിൽ കാണില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഗ്രാം നെഗറ്റീവ് ക്യാപ്സ്യൂൾ ഈസ് പ്രസന്റ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയങ്ങളും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ? ദെൻ യു റിമെമ്പർ, നമ്മൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓർഗാനിസത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാണ്? മൈക്കോപ്ലാസ്മ. യു റിമെമ്പർ മൈക്കോപ്ലാസ്മ? മൈക്കോപ്ലാസ്മയുടെ മറ്റൊരു പേരെന്താണ്? യെസ്, ദാറ്റ് ഈസ് Pleuronymonia like organisms. Pleuronymonia like organism അല്ലെ? ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കവേർഡ് ബൈ നൊക്കാഡ് ആൻഡ് റോക്സ്. ഓക്കെ, നൊക്കാഡ് ആൻഡ് റോക്സ് 2 സയന്റിസ്റ്റുകളാണ് ഇത് ഐഡന്റിഫൈ ചെയ്ത്. ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് ബേസിക്കലി ഇവരുടെ സ്മോളസ്റ്റ് ലിവിങ് സെൽ ആണ്. ഏറ്റവും ഇന്നറിയപ്പെടുന്ന വെച്ച് ഏറ്റവും ചെറിയ ലിവിങ് സെല്ലാണ്. ഓക്സിജന്റെ ആബ്സെൻസിലും ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയുക, ഇറ്റ്സ് ആക്ച്വലി പെത്തോജൻ. പലപ്പോഴും പല പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ ഇവർ പെത്തോജനിക് ആണ്. മീൻസ് ഇറ്റ്സ് മേ കോസ് ഡിസീസസ്. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങളെ അഡീഷണൽ ആയിട്ട് പരിചയപ്പെടുത്തുന്നത് ചില രോഗങ്ങളാണ്. അതായത് മൈക്കോപ്ലാസ്മ ഉണ്ടാക്കുന്ന ചില രോഗങ്ങൾ. പലപ്പോഴും പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചോൾ. ബ്രിഞ്ചോൾ പ്ലാന്റിൽ ലിറ്റിൽ ലീഫ് എന്ന രോഗം ഉണ്ടാക്കുന്നത് ഈ മൈക്കോപ്ലാസ്മയാണ്. അതുപോലെ തന്നെ ബഞ്ചി ടോപ്പ് ഓഫ് പപ്പായ. ബഞ്ചി ടോപ്പ് ഓഫ് പപ്പായ. ദ ലാസ്റ്റ് വൺ വിച്ചസ് ബ്രൂം ഓഫ് ഗ്രൗണ്ട് നട്ട്സ്. ഇതൊക്കെ പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ഇവർ പെത്തോജൻസ് ആണ് അല്ലെ? അതുപോലെ തന്നെ ഇവര് ആനിമൽസിൽ ചില രോഗങ്ങൾ ഉണ്ടാക്കും. അതായത് മെയിൽ സ്റ്റെറിലിറ്റി. ഓക്കെ, മെയിൽസ് സ്റ്റെറൈലായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്ലീറോന്യൂമോണിയ ഇൻ കാറ്റിൽസ്. ഓക്കെ, കാറ്റിൽസിൽ ഉണ്ടാക്കുന്ന രോഗമാണ് പ്ലീറോന്യൂമോണിയ. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ജെനിറ്റൽസ് ഇൻ ഹ്യൂമൻസ്. ഹ്യൂമൻസിന്റെ ജെനിറ്റൽ ഏരിയാസിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഒരു രോഗം ഇവരുണ്ടാക്കുന്നുണ്ട് മൈക്കോപ്ലാസ്മ.
അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പെത്തോജനിക് എഫക്റ്റ് എന്ന് പറയാൻ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിങ്ഡം മുന്നീറിൽ വരുന്ന പ്രത്യേകിച്ച് യു ബാക്ടീരിയയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗാനിസമാണ് ബ്ലൂ ഗ്രീൻ ആൽഗേ. യു ആർ വെരി ഫെമിലിയർ ബ്ലൂ ഗ്രീൻ ആൽഗേ. നമ്മൾ സയാനോ ബാക്ടീരിയ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ബ്ലൂ ഗ്രീൻ ആൽഗകൾക്ക് പലപ്പോഴും ഇക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടായിരിക്കും അനാബീന അസോള. അനാബീന എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അനാബീന അസോള എന്നൊരു വെറൈറ്റി ഉണ്ട്, ഒരു സ്പീഷീസ് ഉണ്ട്. ഇതിന് പ്രത്യേകത പലപ്പോഴും ഇവര് അസോള പ്ലാന്റിൽ കാണുന്ന ഒരു തരത്തിലുള്ള സയാനോ ബാക്ടീരിയകളാണ്. ഇവരുടെ പ്രത്യേകത ഇവർക്ക് നൈട്രജൻ ഫിക്സേഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ. അതുപോലെ തന്നെ നോസ്റ്റോക്ക്, അനാബീന തുടങ്ങിയ എന്താ പറയാ ബ്ലൂ ഗ്രീൻ ആൽഗകൾ നമ്മൾ ഗ്രീൻ മാനുവറായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഗ്രീൻ മാനുവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നോസ്റ്റോക്കും അനാബീനയും ഒക്കെ തന്നെ പലപ്പോഴും മറ്റ് പല പ്ലാന്റ്സിലും സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കാറുണ്ട് അല്ലെ. എസ്പെഷ്യലി നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന ഇത്തരം ബ്ലൂ ഗ്രീൻ ആൽഗകൾ നിങ്ങൾക്കറിയാം. നോസ്റ്റോക്കിന്റെ ഡയഗ്രാം ഒക്കെ നമ്മൾ കണ്ടതാണ്. ദിസ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ഹാവിംഗ് എ സ്പെഷ്യലൈസ്ഡ് സെൽസ്, യു റിമെമ്പർ, ഒരു പ്രത്യേക സെല്ലുണ്ട് ഇവർക്ക്, ഹെട്രോസിസ്റ്റ്. ഓർമ്മയില്ലേ? നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന ഹെട്രോസിസ്റ്റ് പോലുള്ള സെല്ലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തിനുള്ള ശേഷിയുണ്ട്? അറ്റ്മോസ്ഫിയർ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതിന് ശേഷിയുണ്ട്. സോ നമ്മൾ പലപ്പോഴും ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആയിട്ട് ഇവരെ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നോസ്റ്റോക്ക്, അനാബീന തുടങ്ങിയ നൈട്രജൻ ഫിക്സിംഗ് സയനോ ബാക്ടീരിയകൾ പലപ്പോഴും ചില പ്ലാന്റ്സിന്റെ ഹയർ ലെവൽ പ്ലാന്റ്സിന്റെ ഒക്കെ റൂട്ടുമായി അസോസിയേറ്റ് ചെയ്ത് കാണും. ബെറ്റർ എക്സാമ്പിൾ ഓർമ്മയില്ലേ? സൈക്കസ് എന്ന പ്ലാന്റിന്റെ റൂട്ട്, എസ്പെഷ്യലി വി കൻ കോൾ ഇറ്റ് as കോറലോയിഡ് റൂട്ട്. യു റിമെമ്പർ, കോറലോയിഡ് റൂട്ടുകളിൽ ഇത്തരത്തിലുള്ള ബ്ലൂ ഗ്രീൻ ആൽഗകളുടെ അസോസിയേഷൻ കാണപ്പെടും. ഓക്കെ, ഇതൊക്കെയാണ് പൊതുവേ ഇതിന്റെ ഒരു ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് എനിക്ക് കിങ്ഡം മുനീറയുടെ ഡീറ്റെയിൽഡ് ആസ്പെക്റ്റുകൾ ഡിസ്കസ് ചെയ്യാൻ. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മൾ ടോപ്പിക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിലെ അഡീഷണൽ കണ്ടൻസ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കുറച്ച് അഡീഷണൽ കണ്ടൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം വിറ്റാഗറിൻ്റെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് രണ്ടാമത്തെ കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഈ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ആൽഗകൾ, അതായത് ക്ലാമിഡോമൊണാസ്, ക്ലോറല്ല തുടങ്ങിയ ആൽഗകൾ, പണ്ടൊക്കെ അവരെ ആൽഗകളിൽ ഉൾപ്പെടുത്തിയിരുന്നു അല്ലേ. അത്തരത്തിലുള്ള ആൽഗകളെയും കൂടെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെയുള്ള യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആയതുകൊണ്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് ഉൾപ്പെടുത്തി. ഓക്കെ, ഈ ഗ്രൂപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാം അല്ലേ. അമീബ, പാരമീസിയം തുടങ്ങിയ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും കിങ്ഡം പ്രോട്ടിസ്റ്റയെ നമ്മൾ 5 ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡു യു റിമെമ്പർ ദ നെയിംസ്? ക്രൈസോഫൈറ്റ്സ്, ഡെനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇങ്ങനെ 5 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതിലെ ഫസ്റ്റ് വൺ യു ആർ വെരി ഫെമിലിയർ, ഇറ്റ് ഈസ് കോൾഡ് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഓർഗാനിസങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയാറ്റംസ് അല്ലെ, ഡയാറ്റംസ്. അതുപോലെ തന്നെ ഡെസ്മിഡുകൾ, ഡെസ്മിഡ്സിന്റെ മറ്റൊരു പേരാണ് ഗോൾഡൻ ആൽഗി. ഇവരുടെ സെൽ വോളിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് സിലിക്ക. അതുകൊണ്ട് തന്നെ ഡൈറ്റമേഷ്യസ് എർത്ത് എന്ന പേരുള്ള വളരെ ഇക്കണോമിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. when you consider the cell wall of diatoms, നിങ്ങൾ ഇതിന്റെ സെൽ വോൾ കൺസിഡർ ചെയ്താൽ ഇറ്റ്സ് ആക്ച്വലി ഹാവിങ് 2 ഓവർലാപ്പിംഗ് ഷെൽസ്. 2 ഓവർലാപ്പിംഗ് ഷെല്ലുകൾ ചേരുന്നതാണ് ഇതിന്റെ സെൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് എ സോഫ്റ്റ് ബോക്സ്. ഒരു സോഫ്റ്റ് ബോക്സ് അടച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒന്നിനു മുകളിൽ മറ്റൊന്നായി കയറി ഇരിക്കത്തക്ക രീതിയിലാണ് ഇവരുടെ സെൽ വോളിന്റെ അറേഞ്ച്മെന്റ്സ്. ഓക്കെ, ഇതിന്റെ ഔട്ടർ ലെയറിന് നമ്മൾ എപ്പിത്തീക്ക എന്നും
ഇന്നർ ലെയർ നമ്മൾ ഹൈപ്പോതീക്ക എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, എക്സ്റ്റേണലി കാണപ്പെടുന്ന വലിയ പാർട്ടിന് നമ്മൾ എപ്പിതീക്ക എന്ന് വിളിക്കും. ഈ ഒരു ചെറിയ പാർട്ടിന് വിളിക്കുന്ന പേര് ഹൈപ്പോതീക്ക എന്ന് വിളിക്കും. രണ്ട് ഓവർലാപ്പിംഗ് ഷെല്ലുകളാണ്. ക്ലിയർ? അതുപോലെ തന്നെ നമ്മൾ ഡൈറ്റമേഷ്യസ് എർത്ത് എന്ന പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇക്കണോമിക് വാല്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലെ? ഇറ്റ്സ് കോമൺലി യൂസിങ് ഫോർ പോളിഷിങ് അല്ലെ? വളരെ ഗ്രിറ്റി നേച്ചർ ആണ്, അതുകൊണ്ട് നമ്മൾ പോളിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ് അല്ലെ? ഓയിലും സിറപ്പിന്റെയും ഒക്കെ ഫിൽട്രേഷന് വേണ്ടി നമ്മൾ ഈ ഡൈറ്റമേഷ്യസ് എർത്ത് എന്ന ഈ വളരെ പ്രധാനപ്പെട്ട സോയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ക്രൈസോഫൈറ്റ്സ് നമ്മൾ നോക്കിയാൽ ഇവരുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. എന്താണ് റിസർവ് ഫുഡ്? നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ആദ്യത്തെ 3 ഗ്രൂപ്പുകാരും ഫോട്ടോസിന്തറ്റിക് ആണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾ ദീസ് 3 ക്രൈസോഫൈറ്റ്സ്, ഡിനോഫ്ലജല്ലേറ്റ്സ് ആൻഡ് യൂഗ്ലിനോയിഡ്സ്, ഇവർ 3 പേരും ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള ശേഷിയുണ്ട്. അതുപോലെ തന്നെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കാണും അല്ലേ? അവരുടെ ആവശ്യത്തിന് ശേഷമുള്ള ഫുഡ് മെറ്റീരിയൽസ് അവർ സ്റ്റോർ ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ റിസർവ് ഫുഡ് എന്ന് വിളിക്കുന്നത്. ഇൻ കേസ് ഓഫ് ക്രൈസോഫൈറ്റ്സ് ദ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആർ ല്യൂക്കോസിൻ ആൻഡ് ഫാറ്റ്. ല്യൂക്കോസിൻ അതുപോലെ ഫാറ്റ് ഈ ഫോമിലാണ് ക്രൈസോഫൈറ്റ്സ് പലപ്പോഴും അവരുടെ റിസർവ് ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആൽഗകളൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലാമിനേറിൻ, മാനിറ്റോൾ, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ ക്രൈസോഫൈറ്റ്സിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ല്യൂക്കോസിൻ എന്ന ഫോമിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാറ്റിന്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ ചിൽഡ്രൻ? യെസ്. സെക്കൻഡ് വൺ വി ഹാവ് ടു ഡിസ്കസ്. ഇറ്റ് ഈസ് കോൾഡ് dinoflagellates. അതിന്റെ പേര് കേൾക്കുമ്പോഴും നമുക്കറിയാം അല്ലേ? ഇറ്റ്സ് ആക്ച്വലി ഹാവിങ് 2 flagella. നമ്മൾ ഒരുപാട് എക്സാമ്പിളൊക്കെ പഠിച്ചിരുന്നു. നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗോണിയോലെക്സ് അല്ലേ? ഗോണിയോലെക്സ് ബെറ്റർ എക്സാമ്പിൾ ആയിരുന്നു. ഇപ്പൊ ഇവിടെ പ്രത്യേകത, ഇവർക്ക് 2 ഫ്ലജല്ല കാണും. ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഒരു ഗോണിയോലെക്സിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഹിയർ യു ക്യാൻ സീ 2 ഫ്ലജല്ല. വൺ ഈസ് ആക്ച്വലി ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് അതർ ഈസ് ട്രാൻസ്വേഴ്സ്. ഒരു ഫ്ലജല്ല ട്രാൻസ്വേഴ്സ് ആയിരിക്കും, മറ്റൊരു ഫ്ലജല്ല ലോഞ്ചിറ്റ്യൂഡിനൽ ആയിരിക്കും. അങ്ങനെ 2 ഫ്ലജല്ലകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് വിളിക്കുന്നത്? ഡിനോഫ്ലജല്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഡിനോഫ്ലജല്ലേറ്റ്സ്. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവർക്ക് പല നിറങ്ങളിൽ കാണപ്പെടും. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് പിഗ്മെന്റ്സ് ഇൻ ഇറ്റ് അല്ലെ? അവർ യെല്ലോ കളറിൽ, റെഡ് കളറിൽ, അങ്ങനെ പല നിറങ്ങളിൽ കാണപ്പെടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കാണപ്പെടുന്ന ഒരു റെഡ് ഡിനോഫ്ലജല്ലേറ്റ്സിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു, ഗോണിയോലെക്സ്. Because of rapid multiplication of this type of organisms that make the sea appear red color, നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഡ് ടൈഡ് അല്ലെ? അപ്പോൾ റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസം നമ്മൾ പഠിച്ചത് ഗോണിയോലെക്സ്. ഞാൻ തൊട്ടടുത്ത ഒരാളെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഡിനോഫ്ലജല്ലേറ്റ്സിന്റെ പേരാണ് ജിംനോഡിനിയം. എന്താണ്? ജിംനോഡിനിയം. ഇവരെല്ലാം റെഡ് കളറുള്ള ഡിനോഫ്ലജല്ലേറ്റ്സ് ആണ്. ഇവര് എന്തിന് കാരണമാകും? റെഡ് ടൈഡ് ഉണ്ടാകുന്നതിന് കാരണമാകും. ഓക്കെ ചിൽഡ്രൻ, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, സം ടൈപ്പ് ഓഫ് ഡിനോഫ്ലജല്ലേറ്റ്സ് ആർ ഷോയിങ് ബയോലൂമിനസെൻസ്. എന്താണ് ബയോലൂമിനസെൻസ് പറഞ്ഞാൽ? ഓക്കെ, അതായത് ലൈറ്റിനെ എമിറ്റ് ചെയ്യാനുള്ള ശേഷിയുള്ളവരാണ് അല്ലെ? അത്തരത്തിലുള്ള ഡിനോഫ്ലജല്ലേറ്റ്സ് നമ്മൾ കോമൺലി വിളിക്കുന്ന പേര് ഫയർ ആൽഗെ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഫയർ ആൽഗെ. Okay, some type of dinoflagellates, they have a capacity of bioluminescence. ഇവർക്ക് എന്തിനുള്ള ശേഷിയുണ്ട്? ബയോലൂമിനസെൻസ് ആണ്. മീൻസ് ലൈറ്റിനെ എമിറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടോ. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഇവരെ ഫയർ ആൽഗെ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പ്രധാനപ്പെട്ട 2 എക്സാമ്പിളാണ് പരിചയപ്പെടുത്തുന്നത്, നൊക്റ്റിലൂക്ക ആൻഡ് പൈറോസിസ്റ്റിസ്. നൊക്റ്റിലൂക്കയും അതുപോലെ പൈറോസിസ്റ്റിസും ഒക്കെ എന്താണ്? ബേസിക്കലി ബയോലൂമിനസെൻസ് കാണിക്കുന്ന പ്രോട്ടിസ്റ്റുകളാണ്, ഡിനോഫ്ലജല്ലേറ്റ്സുകളാണ്. ഓക്കെ, നമ്മൾ കണ്ടു ക്രൈസോഫൈറ്റ്സിലെ റിസർവ് ഫുഡ് എന്തായിരുന്നു? ല്യൂക്കോസിൻ ആൻഡ് ഫാറ്റ് ആയിരുന്നു അല്ലെ? അതുപോലെ ഡിനോഫ്ലജല്ലേറ്റ്സിന്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ആൻഡ് ഓയിൽ. ഓക്കെ ചിൽഡ്രൻ, സ്റ്റാർച്ച് ആൻഡ് ഓയിൽ. ക്ലിയർ ഫോർ യു? നമ്മൾ 3ാമത്തെ ഗ്രൂപ്പിലേക്ക് പോകുന്നു, യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ?
ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നവരാണ്. പ്രത്യേകിച്ചും സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് ഇത്തരം ഓർഗാനിസംസ് കാണപ്പെടുന്നത്. ബെറ്റർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരായിരുന്നു? യുഗ്ലീന അല്ലെ? In earlier classification we place the Euglena in plant kingdom. അതിനുള്ള റീസൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്. അവർക്ക് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന പോലെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, ക്ലോറോപ്ലാസ്റ്റിൽ പ്രധാനപ്പെട്ട പിഗ്മെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ആൽഗകളിലും പ്ലാന്റ്സിലും ഒക്കെ കാണപ്പെടുന്നത് പോലെയുള്ള ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി ആൻഡ് സാന്തോഫിൽ. ഇത്തരം പിഗ്മെന്റുകൾ ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. ഫോട്ടോസിന്തറ്റിക് ആണ്. സോ ഇൻ ദ ഏർലിയർ ക്ലാസിഫിക്കേഷൻ വി പ്ലേസ് ദം ഇൻ പ്ലാന്റ് കിങ്ഡം. ഇനി മറ്റൊരു ഫീച്ചർ നിങ്ങൾക്ക് അറിയാം. എന്താണെന്നറിയാമോ? ദേ ആർ നോട്ട് ഹാവിങ് സെൽ വോൾ. ഇവർക്ക് സെൽ വോൾ കാണില്ല. സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവരെ ചില ക്ലാസിഫിക്കേഷനിൽ ആനിമൽ കിങ്ഡത്തിലും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ബിക്കോസ് ദേ ആർ നോട്ട് ഹാവിങ് സെൽ വോൾ. ഇനി നമ്മൾ യുഗ്ലീന പോലെയുള്ള യുഗ്ലിനോയിഡ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ദേ ഓൾസോ ഹാവിങ് 2 ഫ്ലജെല്ല. 2 ഫ്ലജെല്ല കാണും. വൺ ഈസ് ലോങ് ആൻഡ് അതർ ഈസ് ഷോർട്ട്. ഒരു വലിയ ഫ്ലജെല്ലയും ഒരു ചെറിയ ഫ്ലജെല്ലയും. ഓക്കെ, വൺ ഫ്ലജെല്ല മീൻസ് ലോങ് ആൻഡ് another one is short. But in case of dinoflagellates they are having 2 flagellum. One is longitudinal and other is transverse. ഓക്കെ കുട്ടികളെ, അതുപോലെ തന്നെ നമ്മൾ യുഗ്ലിനോയിഡ്സ് നമ്മൾ പറഞ്ഞു അവർ ഫോട്ടോസിന്തറ്റിക് ആണ്. സോ they can prepare their own foods. But think about it, sometimes they would not getting sufficient light, you know. നിങ്ങൾക്കറിയാം ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ പലപ്പോഴും ഇവർക്ക് പ്രോപ്പർ ലൈറ്റ് കിട്ടിയില്ല എങ്കിൽ they should act as a heterotroph. അവരെന്തായിട്ട് ആക്ട് ചെയ്യും? ഹെട്രോട്രോപ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ന്യൂട്രീഷണലി ഇവരെ ഓട്ടോട്രോപ്സ് എന്നും ഹെട്രോട്രോപ്സ് എന്നും വിളിക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബെറ്റർ ടേം ആണ് മിക്സോട്രോഫിക്. എന്താണ് മിക്സോട്രോഫിക് എന്ന് പറഞ്ഞാൽ അവര് ഓട്ടോട്രോഫിക്കുമാണ്, അറ്റ് ദ സെയിം ടൈം ഹെട്രോട്രോഫിക്കുമാണ്. ലൈറ്റിന്റെ അവൈലബിലിറ്റി ഉണ്ട് എങ്കിൽ ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഫുഡ്സ്. ഓക്കെ, ലൈറ്റിന്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ദേ ഷുഡ് ആക്ട് ആസ് എ ഹെട്രോട്രോഫ്. സോ ന്യൂട്രീഷണലി ഇറ്റ് ഈസ് ബെറ്റർ ടു സേ ഇറ്റ് ആസ് മിക്സോട്രോഫ്. നമുക്ക് എന്ത് വിളിക്കാം? ന്യൂട്രീഷണലി ഇവരെന്താണ്? മിക്സോട്രോഫ് ആണ്. അതുപോലെ യുഗ്ലിനോയിഡ്സിന്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റോർ ചെയ്യുന്ന ഫോം പാരാമൈലം ആൻഡ് ഫാറ്റ്. ഒന്നുകിൽ ഫാറ്റിന്റെ രൂപത്തിൽ അതല്ലെങ്കിൽ പാരാമൈലം എന്ന ഫോമിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം റിസർവ് ഫുഡ് മെറ്റീരിയൽസിന്റെ പേര് നിങ്ങൾ നന്നായി പഠിക്കുക. എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ, സ്റ്റോർഡ് ഫുഡ് ക്രൈസോഫൈറ്റ്സ് ആണെങ്കിൽ ഗ്ലൂക്കോസിൻ ആൻഡ് ഫാറ്റ് ആണ്. അതുപോലെ ഡിനോഫ്ലജെല്ലേറ്റ്സ് ആണെങ്കിൽ സ്റ്റാർച്ച് ആൻഡ് ഓയിൽ ആണ്. അതുപോലെ യുഗ്ലിനോയിഡ്സ് ആണെങ്കിൽ പാരാമൈലം ആൻഡ് ഫാറ്റ്. ഓക്കെ, ദ ഫോർത്ത് വൺ യു നോ ഇറ്റ് ഈസ് കോൾഡ് സ്ലൈം മോൾഡ്. സ്ലൈം മോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇറ്റ്സ് എ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. ഇവര് ന്യൂട്രീഷണലി എന്താണ്? സാപ്രോഫൈറ്റിക് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? ഇനി നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്ലൈം മോൾഡ് എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദീസ് ഓർഗാനിസംസ് ആക്ച്വലി ഡെവലപ്പ് എ സ്ലൈമി മാസ് അറ്റ് ദ ടൈം ഓഫ് ദെയർ വെജിറ്റേറ്റീവ് ഫേസ്. ഇവരുടെ വെജിറ്റേറ്റീവ് ഫേസിൽ ഇവരൊരു സ്ലൈമി മാസ് ആയിട്ട് കാണപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്ലൈം മോൾഡ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് സ്ലൈം മോൾഡിന്റെ പ്രത്യേകത ചോദിച്ചാൽ ദേ ആർ ഹാവിംഗ് സോ മെനി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫംഗസ്. കിങ്ഡം ഫഞ്ചിൽ വരുന്ന ഫംഗസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇവർക്കുള്ളത് കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്ലൈം മോൾഡിനെ കോമൺലി വിളിക്കുന്ന പേര് ഫോൾസ് ഫഞ്ചെ എന്നാണ്. എന്താ വിളിക്കുക? ഫോൾസ് ഫഞ്ചെ എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ചില മൈക്കോളജിസ്റ്റുകൾ ഇവരെ സ്ലൈം മോൾഡുകളെ എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? കിങ്ഡം ഫഞ്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇറ്റ് ഈസ് കോൾഡ് മിക്സോമൈസീഡ്സ്. മിക്സോമൈസീഡ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവരെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കിങ്ഡം ഫഞ്ചിൽ നമ്മൾ പഠിച്ചവരെയൊക്കെ അല്ലേ? ഫൈക്കോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബസിഡിയോമൈസീഡ്സ്, ഡ്യൂട്രോമൈസീഡ്സ്. ഇത് മറ്റൊരു ഗ്രൂപ്പാണ്. മിക്സോമൈസീഡ്സ് എന്ന ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള സ്ലൈം മോൾഡിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില മൈക്കോളജിസ്റ്റ്. വൈ? ബിക്കോസ് they are having so many characteristic features of fungus. ഫംഗസിന്റെ കുറേ ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവരെ എവിടെ ഉൾപ്പെടുത്താൻ വേണമെങ്കിൽ കിങ്ഡം ഫഞ്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില മൈക്കോളജിസ്റ്റ്. ഹെൻസ് വി കൻ കോൾ ഇറ്റ് ആസ് ഫോൾസ് ഫഞ്ചൈ. നമ്മൾ എന്താ വിളിക്കുക? ഫോൾസ് ഫഞ്ചൈ എന്ന് വിളിക്കും.
ഇവരുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്? ഗ്ലൈക്കോജൻ ആൻഡ് ഓയിൽ. ഓക്കെ, ഗ്ലൈക്കോജന്റെ ഫോമിൽ അല്ലെങ്കിൽ ഓയിലിന്റെ ഫോമിലാണ് അവര് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അവർ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത്. ബെറ്റർ ഉണ്ട്, എക്സാമ്പിൾ പഠിപ്പിക്കാം. ഫൈസാരം ആൻഡ് ഡിക്റ്റിയോസ്റ്റീലിയം. Physarum and Dictyostelium are the better example of slime mold. അവസാനത്തെ കാറ്റഗറി നിങ്ങൾക്കറിയാം, പ്രോട്ടോസോവൻസ്. ഞാൻ കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, വി ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ് അല്ലെ. ഹെറ്ററോട്രോപിക് ഓർഗാനിസംസ് ആണ്. കൂടുതൽ ആളുകളും പ്രെഡേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആണ്. നമ്മൾ പ്രധാനമായിട്ടും 3-4 ഗ്രൂപ്പ്സ് പഠിച്ചിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു? അമീബോയിഡ് പ്രോട്ടോസോവൻസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അമീബയൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. നമ്മൾ പഠിച്ചിരുന്നു ട്രൈപ്പനോസോമ. യു റിമെമ്പർ സ്ലീപ്പിംഗ് സിക്നസ് എന്ന രോഗം ഉണ്ടാക്കുന്ന ട്രൈപ്പനോസോമ. അതുപോലെ മൂന്നാമത്തെ കാറ്റഗറി നിങ്ങൾക്കറിയാം സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. ബെറ്റർ എക്സാമ്പിൾ പാരമീസിയം ആണ്. ലാസ്റ്റ് വൺ യു റിമെമ്പർ സ്പോറോസോവൻസ്. അതായത് മലേറിയൽ പാരസൈറ്റ്, പ്ലാസ്മോഡിയം ഒക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് സ്പോറോസൈറ്റ്സ്. ഇത്രയുമാണ് എനിക്ക് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ഒരു അഡീഷണൽ കണ്ടന്റ്സ് ആസ് ദ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. Okay, dear students, now we will meet again with another kingdom, Kingdom Fungi. Till then, goodbye.